നമസ്കാരം. ആത്മഭാരതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം എടുത്തുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവാക്കുന്നത് എന്തിനാണ്? ഒറ്റ ഉത്തരവേ ഉള്ളൂ: സോഷ്യൽ മീഡിയ. രാവിലെ കണ്ണ് തുറക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ നാം ഫോണിലാണ് ജീവിക്കുന്നത്. പക്ഷേ ഒരു വലിയ ചോദ്യം: നാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുകയാണോ അതോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നമ്മളെയാണോ ഉപയോഗിക്കുന്നത്? ഒരിക്കൽ മനുഷ്യർ നേരിൽ കണ്ടാൽ സംസാരിക്കുമായിരുന്നു. വഴിയെ നമ്മൾ പോകുമ്പോഴെല്ലാം നമ്മൾ ആരെങ്കിലും കാണുമ്പോൾ നമ്മൾ സംസാരിക്കും. ബന്ധങ്ങൾക്ക് ആഴമുണ്ടായിരുന്നു. അതുപോലെ സൗഹൃദങ്ങൾക്കാണെങ്കിൽ ആത്മാർത്ഥത ഉണ്ടായിരുന്നു. ഇടയ്ക്ക് നമ്മൾ ഫോൺ വിളിക്കും, സുഖമാണോ എന്ന് ചോദിക്കും. ഇന്ന് പക്ഷെ അങ്ങനെ ഉണ്ടോ? ഇന്ന് എവിടെ അങ്ങനെയില്ല. കൂടുതൽ സമയം നമ്മൾ ഫോണിൽ തന്നെയാണ്. മനുഷ്യൻ ആയിരക്കണക്കിന് ആളുകളുമായിട്ട് ഓൺലൈനിൽ ബന്ധപ്പെടുന്നുണ്ട്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിലോ അവൻ ഒറ്റപ്പെടുകയാണ്. ഇന്ന് ഒരു ഫോണിൽ ലൈക്ക് അടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷമാണ്. ഒരു വീഡിയോയ്ക്ക് ലൈക്ക് അടിച്ചാലോ വളരെ സന്തോഷം. ആരാണ് ചെയ്തതെന്ന് പോലും നമുക്കറിയത്തില്ല, പക്ഷെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇതൊക്കെയാണ് മനുഷ്യൻ്റെ മനസ്സിനെ ഇന്ന് ഏറ്റവും അധികം നിയന്ത്രിക്കുന്നത്. അറിയാതെ മനുഷ്യൻ്റെ സന്തോഷം പോലും ഇപ്പോൾ സ്ക്രീനുകളിലെ നമ്പറുകളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഏറ്റവും അപകടകരമായ ഒരു സിറ്റുവേഷനും ഇതുതന്നെയാണ്. മനുഷ്യൻ തൻ്റെ യഥാർത്ഥ ജീവിതത്തെക്കാൾ ഓൺലൈനെയാണ് കൂടുതലും ഇന്ന് ശ്രദ്ധിക്കുന്നത്. പുറത്ത് പക്ഷേ മനുഷ്യൻ ചിരിച്ചു കാണിക്കും, ഉള്ളിൻ്റെ ഉള്ളിലോ നല്ല വിഷമം ഉണ്ടാവും. പക്ഷെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും സന്തോഷമുള്ളവരായി അഭിനയിക്കും. അപ്പം ഇത് കാണുമ്പോൾ മറ്റൊരാൾ തൻ്റെ ജീവിതം വെറും പരാജയമാണെന്ന് വിചാരിക്കും. നമ്മളിപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോയിൽ ഒരാളൊരു വീട് പുതുതായി നിർമ്മിച്ച ഒരു വീട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു വിഷമം തോന്നത്തില്ലേ? നമുക്കൊരു വീടില്ലല്ലോ. അപ്പോൾ എല്ലാവരും വീട് വെച്ച് സന്തോഷമായി ജീവിക്കുന്നു, നമ്മൾ മാത്രം പരാജയപ്പെട്ടിരിക്കുന്നു എന്നൊരു തോന്നൽ സ്വാഭാവികമായും എല്ലാവരുടെയും മനസ്സിലുണ്ടാകും. അതുതന്നെയാണ് ഈ സോഷ്യൽ മീഡിയയുടെ മറ്റൊരു അപകടമെന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ്റെ ആത്മവിശ്വാസം പതുക്കെ നശിപ്പിക്കുന്നു. ഇതിന് കുട്ടികൾ പോലും അടിമപ്പെടാൻ വലിയ താമസമൊന്നുമില്ല. ഏറ്റവും കൂടുതൽ അടിമപ്പെടുന്ന കുട്ടികൾ തന്നെയാണ്. ഒരു കുട്ടിയുടെ ബാല്യം മുതൽ തന്നെ അവൻ മൊബൈലിൻ്റെ ആ ഒരു സ്ക്രീനിലേക്ക് ചുരുങ്ങിപ്പോവുകയാണ്. ഒരിക്കൽ കുട്ടികളായാലും പ്രകൃതിയോട് വളരെ ഇണങ്ങിയാണ് ജീവിച്ചിരുന്നത്. മരം കയറുന്നതും മറ്റുമെല്ലാമായിട്ട് നമ്മൾ പലപ്പോഴും കുട്ടികൾ മരം കയറുന്നതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് അങ്ങനെയുണ്ടോ? ഇല്ല. ഇന്ന് അവൻ കൂടുതൽ സമയം ഉപയോഗിക്കുന്നത് മൊബൈലിലാണ്. ആ മനുഷ്യൻ്റെ ആ സ്ക്രീനിനോടാണ് അവൻ കൂടുതലും ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഇത് ശരീരത്തിനെയും മനസ്സിനെയും ഒരുപോലെ ബാധിക്കുന്നു. മനുഷ്യൻ്റെ സമൂഹത്തോടുള്ള പ്രതിബദ്ധത കുറയുന്നു, ക്ഷമ കുറയുന്നു, കോപം വളരെയധികം വർദ്ധിക്കുന്നു. കാരണം സോഷ്യൽ മീഡിയ മനുഷ്യൻ്റെ തലച്ചോറിനെ അടിമപ്പെടുത്തുകയാണ്, അതിലേക്ക് ആകർഷിക്കുകയാണ്. അപ്പോൾ ഓരോ ചെറിയ കാര്യങ്ങൾക്കും മനുഷ്യൻ നിശബ്ദതയെ പോലും ഭയപ്പെടുന്നുണ്ട്. ചില നിമിഷങ്ങളിൽ ഈ ഫോണില്ലാതെ ഇരിക്കാൻ പോലും പലർക്കും സാധിക്കില്ല. ഫോണില്ലെങ്കിൽ നമുക്ക് ഭ്രാന്ത് പിടിക്കുന്നൊരവസ്ഥയാണ്. ആ ഫോണൊന്ന് കണ്ടു കിട്ടിയാൽ തന്നെ നമുക്ക് എന്തൊരു വലിയൊരു ആശ്വാസമാണ്. പിന്നെ മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത് ഒരു വ്യാജ വാർത്തയാണ്. ചില മിനിറ്റ് ഒരു മിനിറ്റ് അല്ലെങ്കിൽ സെക്കൻഡ്സ് മതി ഒരു വ്യാജ വാർത്ത ലോകം മുഴുവൻ എത്തിപ്പെടാനായിട്ട്. മനുഷ്യർക്ക് ചിന്തിക്കാനുള്ള ഒരവസരം ഇവിടെ കിട്ടുന്നില്ല. അവൻ സമൂഹത്തിൽ കൂടുതൽ ഈ സോഷ്യൽ മീഡിയ കൂടുതൽ ഭയവും വെറുപ്പും പടർത്തുന്നുണ്ട്. ഞാനതിനെ കുറ്റപ്പെടുത്തുകയല്ല, പക്ഷെ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റാണ്. അത് ആളുകൾ മനസ്സിലാക്കേണ്ടതാണ്. രാഷ്ട്രീയവും രാഷ്ട്രീയക്കാരും ഇന്ന് സോഷ്യൽ മീഡിയ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കാരണം മനുഷ്യൻ്റെ വികാരങ്ങൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒന്ന് സോഷ്യൽ മീഡിയയാണ്. കോപം, ഭയം, മതവൈരാഗ്യം, രാഷ്ട്രീയ വിഭജനം ഇതെല്ലാം കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് സോഷ്യൽ മീഡിയ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയ മോശമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോശമല്ല. സോഷ്യൽ മീഡിയ ആവശ്യമാണ്, അതൊരു ശക്തമായൊരു ഉപകരണമാണ്. പക്ഷേ അതിന് മനുഷ്യനെ നശിപ്പിക്കാനും കഴിയും എന്ന വസ്തുത നാം മനസ്സിലാക്കേണ്ടതാണ്. അല്ലെങ്കിൽ അതിന് മനുഷ്യനെ വളർത്താനും സാധിക്കും. അപ്പോൾ എങ്ങനെ അത് ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് അത് സോഷ്യൽ മീഡിയ നമ്മെ സ്വാധീനിക്കുന്നത്. ഇന്ന് മനുഷ്യൻ യഥാർത്ഥ ജീവിതത്തിലേക്ക് തിരിച്ചു വരേണ്ടുന്ന ഒരു സമയമാണ്. കുടുംബത്തോടൊപ്പം സ്പെൻഡ് ചെയ്യാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തണം. സുഹൃത്തുക്കളെ കാണണം, പ്രകൃതിയോട് ബന്ധപ്പെടണം. ചില സമയത്തെങ്കിലും നമ്മൾ കുറച്ച് നേരത്തേക്കെങ്കിലും പറ്റുമെങ്കിൽ ഫോണിൽ നിന്ന് അകന്നു നിൽക്കണം. കാരണം സാങ്കേതികവിദ്യ വന്നത് മനുഷ്യനെ സഹായിക്കാനാണ്, അല്ലാതെ മനുഷ്യനെ നിയന്ത്രിക്കാനല്ല. ഒരു സമൂഹം അപകടകരമാവുന്നത് മനുഷ്യൻ ചിന്തിക്കുന്നത് നിർത്തുമ്പോഴാണ്. ആ ചിന്താശേഷി എല്ലാവർക്കും ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.